ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ഇടുക്കി സിപിഐയിലെ കെ ശിവരാമൻ, കെ സലീംകുമാർ പ്രശ്നത്തിൽ മഞ്ഞുരുക്കം. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചത്. സിപിഎം മത്സരിക്കുന്ന പീരുമേട് അടക്കം കെ ശിവരാമൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങാൻ തീരുമാനമായി. നേരത്തെ നടത്തിയ പ്രതികരണം അല്പം വൈകാരികമായി പോയെന്ന് കെ ശിവരാമൻ റിപ്പോർട്ടറോട് പറഞ്ഞു. അല്ല, ആ പ്രശ്നങ്ങളൊന്നും എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ ഒരു കാര്യം ചെയ്യാൻ പറ്റുകയല്ലോ. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞ ധാരണ ഉണ്ടായി. ഞാൻ പണ്ടയാളങ്ങനെ നിങ്ങളോട് പറയാനും പാടില്ലല്ലോ. എന്റെ ഒരു 3 കൊല്ലക്കാലത്ത് വളരെ വേദനാജനകമായ സംഭവങ്ങളാണ് എന്നെ അങ്ങനെ കൊണ്ട് പറയിച്ചത്. എന്നാലും എത്ര വേദനാജനകമായ സംഭവം ഉണ്ടായാലും വ്യക്തി എന്ന നിലയിൽ വൈകാരികമായി പ്രതികരിക്കാൻ പാടില്ല. അത് തീരുമാനം വരുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ 5 നിയോജകമണ്ഡലങ്ങളുണ്ടല്ലോ. ഈ 5ഇടത്തും ഞാനുണ്ടാവും എന്ന് കരുതുക. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു, വൈകാരിക പ്രതികരണമായിരുന്നു എന്ന രൂപത്തിലാണ് ഇപ്പോൾ ശിവരാമന്റെ പ്രതികരണം വരുന്നത്. അപ്പോൾ പ്രചാരണത്തിന് ഇറങ്ങാൻ പോകുന്നു എന്ന് കാണാം, അല്ലേ? സ്മൃതി, സിപിഐയുടെ ഇടുക്കി ജില്ലാ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു നേരത്തെ കെ ശിവരാമൻ ഒരു പ്രതികരണം നടത്തിയത്. ഇടുക്കിയിലെ സിപിഐ മാഫിയ സംഘത്തോടൊപ്പമാണെന്നും ഈ രീതിയിൽ തനിക്ക് പാർട്ടിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനാകില്ല എന്നുമായിരുന്നു അന്ന് കെ ശിവരാമൻ പറഞ്ഞത്. അതിനുശേഷം 3 മാസമായി പാർട്ടിയുമായുള്ള സജീവ പ്രവർത്തനം മാറി നിൽക്കുകയായിരുന്നു. സജീവ രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. പീരുമേട്ടിൽ ശക്തമായ പോരാട്ടം സിപിഐക്ക് നടത്തേണ്ടിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് കെ ശിവരാമനെ കൂടെ നിർത്താനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത്. ഇന്നലെ കെ സലീംകുമാറിനെയും കെ ശിവരാമനെയും തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അതിനുശേഷം ബിനോയ് വിശ്വം രണ്ടുപേരുമായി സംസാരിക്കുകയും ചെയ്തു. ഈ സംസാരത്തിലാണ് മഞ്ഞുരുക്കം ഉണ്ടായിരിക്കുന്നത്. ശിവരാമൻ മുന്നോട്ട് വെച്ച മുഴുവൻ പ്രശ്നങ്ങളും പാർട്ടി ചർച്ച ചെയ്യുകയും അത് പരിഹരിക്കാമെന്ന ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വരും ദിവസങ്ങളിൽ സജീവമായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനും പ്രചാരണ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കാനും തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ ജില്ലാ സെക്രട്ടറിയുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ശിവരാമനുമായി യാതൊരു പ്രശ്നവുമില്ല എന്നും വരും ദിവസങ്ങളിൽ ഒന്നിച്ചു പാർട്ടി മുന്നോട്ട് പോകുമെന്നും സലീംകുമാറും വ്യക്തമാക്കിയിട്ടുണ്ട്. ശിവരാമനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അന്ന് നടത്തിയ പ്രസ്താവന അല്പം അതിരുവിട്ടുപോയി, വൈകാരികമായാണെന്ന് താൻ പ്രതികരിച്ചത്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ പാർട്ടിയുമായി കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കി. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് വൈകാരികമായി പ്രതികരിച്ചത്. അത് ഉണ്ടാകാൻ പാടില്ല. താൻ ആ തെറ്റ് തിരുത്തുന്നുവെന്നും ശിവരാമൻ പറയുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ പീരുമേട് അടക്കമുള്ള ഇടുക്കിയിലെ 5 മണ്ഡലങ്ങളിലും മുൻപന്തിയിൽ നിന്ന് പ്രചാരണത്തിന് ഇറങ്ങാൻ തന്നെയാണ് ശിവരാമന്റെ തീരുമാനം. നിലവിൽ പാർട്ടിയുമായുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുവെന്ന് ശിവരാമൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതോടുകൂടി അന്നുണ്ടായ പ്രതികരണത്തിന്റെ